ഇനി എളുപ്പത്തിലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പുഡിംഗ് ട്രേയിലോട്ട് ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുക. ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബൂസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് പാലും ബൂസ്റ്റ് പൗഡറും ഷുഗറുമാണിത്. ഇത് നല്ല രീതിയിൽ വെറ്റ് ചെയ്യുന്ന രീതിയിൽ അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചോക്ലേറ്റ് പുഡിംഗ് മിക്സാണ്. ഇതിൽ ജസ്റ്റ് കൊക്കോ പൗഡർ, മിൽക്ക്, ഷുഗർ, കോൺഫ്ലോർ, പിന്നെ ചെറിയ പീസ് ബട്ടറും ഇതും കൂടെ നല്ല രീതിയിൽ കുറുക്കിയത് അത് ഇതിൻ്റെ മേലെ ചൂടെടുത്ത് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ക്രഷ് ചെയ്ത് നട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ ബ്രെഡിൻ്റെ ലെയർ ഇട്ട് കൊടുക്കുക, ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുക, നമ്മുടെ ചോക്കോ മിക്സ് അതും ഒഴിച്ച് കൊടുക്കുക. ഇത് ഒരു 2 മണിക്കൂറോളം ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ സെറ്റായി കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുഡിംഗ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രീമി ടെക്സ്ചർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പുഡിംഗ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് റെഡിയാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.